നമസ്കാരം. പ്രസ് ലൈൻ ന്യൂസിലേക്ക് സ്വാഗതം. സുരക്ഷാ വീഴ്ച, പ്രതികൾ ഭഗത് സിംഗ് ഫാൻസ് ക്ലബ് അംഗങ്ങൾ, അഞ്ചാമനും പിടിയിൽ. കേസെടുത്തത് തീവ്രവാദ നിയമപ്രകാരം. ഇന്ത്യൻ പാർലമെന്റിലേക്ക് കടന്നുകയറി സ്മോക്ക് ബോംബ് എറിഞ്ഞ സാഗർ ശർമ്മയ്ക്കും പാർലമെന്റിന് അകത്തേക്ക് പ്രവേശിക്കാനുള്ള ഗസ്റ്റ് പാസ് നൽകിയത് BJPയുടെ മൈസൂർ MP-യായ പ്രതാപ് സിൻഹ. മിണ്ടാതെ ദേശീയ മാധ്യമങ്ങൾ. പാർലമെന്റിന്റെ 22ാം വാർഷിക ദിനത്തിലുണ്ടായ വൻ സുരക്ഷാ വീഴ്ചയുടെ ഞെട്ടലിലാണ് രാജ്യം. അതീവ സുരക്ഷാ സന്നാഹങ്ങൾ മറികടന്നാണ് പുതിയ സഭാ മന്ദിരത്തിൽ യുവാക്കൾ കടന്നുകയറി പ്രതിഷേധിച്ചത്. സർക്കാർ നയങ്ങളോടുള്ള എതിർപ്പാണ് പ്രതിഷേധത്തിന് കാരണമെന്നാണ് പ്രതികളുടെ മൊഴി. അതേസമയം പാർലമെന്റ് സുരക്ഷാ വീഴ്ച കേസിലെ 5ാമത്തെ പ്രതിയും കസ്റ്റഡിയിൽ. ഡൽഹി പോലീസിന്റെ പ്രത്യേക സെല്ലാണ് പ്രതിയെ പിടികൂടിയത്. 6 പേരാണ് അക്രമം നടത്താൻ പദ്ധതിയിട്ടതെന്ന് പോലീസ് വൃത്തങ്ങൾ പറയുന്നു. 2001 പാർലമെന്റ് ആക്രമണത്തിന്റെ 22ാം വാർഷിക ദിനത്തിൽ നടന്ന സംഭവത്തിൽ 4 പേരെ സംഭവ സ്ഥലത്ത് തന്നെ വെച്ച് പിടികൂടിയിരുന്നു. 6 പ്രതികളും 4 വർഷമായി പരസ്പരം ബന്ധപ്പെട്ടിരുന്നുവെന്നും സംഭവത്തിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പദ്ധതി കൃത്യമായി ആസൂത്രണം ചെയ്തിരുന്നതായും ചോദ്യം ചെയ്യലിൽ വ്യക്തമായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ അവർ സോഷ്യൽ മീഡിയയിലൂടെ കാര്യങ്ങൾ ഏകോപിപ്പിക്കുകയും പാർലമെന്റ് മന്ദിരത്തിലെത്തി നിരീക്ഷണം നടത്തുകയും ചെയ്തുവെന്ന് വൃത്തങ്ങൾ അറിയിച്ചു. ഇവരെ ചോദ്യം ചെയ്യുന്നത് ഇന്നും തുടരും. ഡിസംബർ 13 ബുധനാഴ്ച ശൂന്യവേളയ്ക്കിടെയാണ് സാഗർ ശർമ്മയും മനോരഞ്ജൻ ഡിയും സന്ദർശക ഗാലറിയിൽ നിന്ന് ലോക്സഭാ ചേംബറിലേക്ക് കുതിച്ചത്. ഇവർ കയ്യിൽ കരുതിയ കാനിസ്റ്ററുകളിൽ നിന്ന് മഞ്ഞവാതകം പുറത്തുവിട്ടു. ലോക്സഭാ ചേംബറിൽ നിന്ന് മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തു. ഇരുവരെയും പെട്ടെന്ന് തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. നിമിഷങ്ങൾക്കകം അമാൽ ഷിൻഡെ, നീലം എന്നിവരെ പാർലമെന്റ് മന്ദിരത്തിന് പുറത്ത് പ്രതിഷേധിച്ചതിന് പിടികൂടി. ഇരുവരും മഞ്ഞ നിറത്തിലുള്ള പുക പുറന്തള്ളുന്ന ക്യാനുകളുമായാണ് പ്രതിഷേധിച്ചത്. കസ്റ്റഡിയിലെടുത്ത 4 പേർക്ക് പുറമെ 2 പേർ കൂടി പദ്ധതി തയ്യാറാക്കുന്നതിൽ പങ്കാളികളാണെന്ന് വൃത്തങ്ങൾ അറിയിച്ചു. ലോക്സഭയിലെത്തിയ 2 പേരുൾപ്പെടെ 5 പ്രതികൾ 6ാമനായ ലളിത് ധായുടെ ഗുരുഗ്രാമിലെ വസതിയിൽ താമസിച്ചിരുന്നു. 5 പേരെ തിരിച്ചറിഞ്ഞ് പിടികൂടിയെങ്കിലും ഇയാൾ ഒളിവിലായിരുന്നു. ഭീകരപ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഡൽഹി പോലീസിന്റെ പ്രത്യേക സെല്ലാണ് അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നത്. അതിക്രമിച്ച് കടക്കൽ, ക്രിമിനൽ ഗൂഢാലോചന, കർശനമായ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ, UAPA തുടങ്ങിയ വിവിധ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. ചോദ്യം ചെയ്യലിൽ തങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലെ ഭഗത് സിംഗ് ഫാൻസ് ക്ലബ്ബുമായി ബന്ധപ്പെട്ടിരുന്നതായി പ്രതികൾ വെളിപ്പെടുത്തി. 1.5 വർഷം മുമ്പ് മൈസൂരിൽ വെച്ച് കണ്ടുമുട്ടിയ ഇരുവരും ഒന്നിച്ച് പദ്ധതി തീരുമാനിക്കുകയായിരുന്നു. സംഘം വിശദമായ നിരീക്ഷണം നടത്തി. മാർച്ചിൽ ഒരംഗം പാർലമെന്റിൽ പ്രവേശിച്ച് പരിസരം സർവേ നടത്തി. ചെരുപ്പുകൾ നന്നായി പരിശോധിക്കുന്നില്ലെന്ന സുരക്ഷാ പഴുത് അവർ മുതലെടുത്തു. നുഴഞ്ഞുകയറ്റക്കാരെ പിടികൂടിയതും വസ്തുക്കൾ പിടിച്ചെടുത്തതും ലോക്സഭാ സ്പീക്കർ ഓം ബിർള സ്ഥിരീകരിച്ചു. പുക അപകടകരമല്ലെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തി. നുഴഞ്ഞുകയറ്റക്കാരിൽ ഒരാൾ ഉപയോഗിച്ചിരുന്ന സന്ദർശക പാസ് നൽകിയത് BJP MP പ്രതാപ് സിൻഹയാണ്. പ്രതിയുടെ പിതാവിന്റെ അഭ്യർത്ഥനയെ തുടർന്നാണ് പാസ് നൽകിയതെന്ന് സിൻഹ പിന്നീട് വിശദീകരിച്ചു. പ്രതാപ് സിൻഹയെ പുറത്താക്കണമെന്നും ലംഘനത്തിന് അദ്ദേഹം ഉത്തരവാദിയാണെന്നും പ്രതിപക്ഷ നേതാക്കൾ ആവശ്യപ്പെട്ടു.